السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായി വായിച്ചത്. ആ അധ്യായങ്ങളിലെല്ലാം തന്നെ നാം നോക്കിയാൽ പൊതുവായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തൗഹീദ് നിർബന്ധമാണെന്നും അത് നമ്മുടെ ജീവിത ലക്ഷ്യമാണെന്നും ആ തൗഹീദ് ലഭിച്ചവർക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുക എന്നെല്ലാം തുടങ്ങി തൗഹീദ് ഒരാൾ സ്വീകരിക്കാൻ അവനെ താല്പര്യപ്പെടുത്തുന്ന, അവന് തർഗീബ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം ഈ അധ്യായത്തിൽ ഇത്രയും ശ്രേഷ്ഠതയുള്ള, അവൻ്റെ ജീവനേക്കാൾ അവൻ വില നൽകേണ്ട ഈ തൗഹീദിന് അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിനേക്കാളും വലിയൊരു നഷ്ടം അവനുണ്ടാവുകയില്ല. അതുകൊണ്ടത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഒരാൾക്കുണ്ടായിരിക്കണം. അഥവാ തൗഹീദിന് നേർവിരുദ്ധമായ ശിർക്ക് ഒരാളിൽ സംഭവിക്കുമോ എന്ന ഭയം ഒരാളിൽ ഉണ്ടായിരിക്കണം എന്നറിയിക്കുന്നതുമായ നസ്സുകളാണ്, ഖുർആനിലെ ആയത്തുകളും ഹദീസുകളുമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് അദ്ദേഹം നൽകിയ പേര് ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നും ഭയമുണ്ടാകേണ്ടതായ അധ്യായം എന്നാണ് അദ്ദേഹം ഇതിന് പേര് നൽകിയത്. ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വില കൽപ്പിക്കുക തൗഹീദിനാണ്. അവന് നഷ്ടപ്പെടുന്ന മറ്റെന്തിനേക്കാളും വലിയ നഷ്ടം അവന് തൗഹീദിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാലാണ്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഷിർക്കിനെ ഭയക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അവൻ പഠിക്കുകയും അത് അവനിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള ആയത്തുകളിൽ ഒന്ന് അതാണ് അദ്ദേഹം ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ് വ ഖൗലുല്ലാഹി അസ്സ വജൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അൽ ആയ, സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിന് താഴെയുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേർക്കുനേരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഷിർക്കാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ എന്നുള്ളതാണ്. ഏറ്റവും വലിയ പാപം അത് ഷിർക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കടുത്തത് ഷിർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങേയറ്റം പൊറുക്കുന്ന വിശാലമായ പാപമോചനത്തിൻ്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിൽ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ സാധിക്കും, വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കും. ലിമൻ യശാ എന്ന് പറഞ്ഞാൽ അഹ്ലു തൗഹീദിനാണ്. തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുള്ളൂ. തൗഹീദ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. കാരണം ഷിർക്ക് ഒരു പാപവും അവർക്ക് പുറത്തു കൊടുക്കാൻ സമ്മതിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കുള്ള ആളുകൾക്ക് ഒരു പാപവും പുറത്തു കൊടുക്കുകയില്ല. അവർ ചെറിയ ചെയ്തൊരു തിന്മയാണെങ്കിൽ പോലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, അത് പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ആ ഉദ്ദേശിക്കുന്ന ആളുകൾ തൗഹീദുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ്, അവർക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളിൽ ചിലത് അവൻ ഉദ്ദേശിക്കുന്നത് പുറത്തു കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. തൗഹീദുള്ള ആളുകൾ, തൗഹീദ് ഇല്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല.
മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, മാൻസിൽന നുംസിക്കു അനിൽ ഇസ്തിഗ്ഫാർ ലി അഹ്ലിൽ കബായർ. ആദ്യകാലത്ത് ഞങ്ങൾ വൻപാപികൾക്ക് ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നില്ല. വൻപാപം, ഓരോ വൻപാപത്തിൻ്റെയും ഗൗരവമൊക്കെ കേട്ട് ആ വൻപാപികൾക്ക് ഇസ്തിഗ്ഫാർ പോലും തേടാൻ പാടില്ല എന്ന് തന്നെയാണ് ധരിച്ചിരുന്നത്, തേടാറില്ലായിരുന്നു എന്നാണ്. പിന്നീട് അദ്ദേഹം പറയാണ്, ഹത്താ സമിഅനാ മിൻ ഫീ നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്നും ഈ ആയത്ത് ഞങ്ങൾ കേൾക്കുന്നത് വരെ. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നത് പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അഖർതു ശഫാഅതി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മതി യൗമൽ ഖിയാമ. ഞാൻ എൻ്റെ ഷഫാഅത്ത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അമ്പിയാക്കൾക്കും ലഭിച്ചൊരവസരമുണ്ട്. ദുനിയാവിൽ അവർ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. ഉടനെ ഉത്തരം കൊടുക്കുന്നൊരു ദുആ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരലോകത്ത് ഈ ഉമ്മത്തിൽപ്പെട്ട വൻപാപികൾക്ക് ഷഫാഅത്തിന് വേണ്ടി അത് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. ഈ ആയത്തിലൂടെയാണ് വൻപാപം സംഭവിക്കുന്ന ആളുകൾക്ക് പാപമോചനം തേടാം, വൻപാപം സംഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന കാര്യം അവർ മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം ഷിർക്കിൻ്റെ ഗൗരവമാണ്. ഷിർക്ക് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. അയാൾക്ക് വേണ്ടി പാപമോചനം പോലും ചോദിക്കാൻ അനുവാദമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അത് അയാൾ തന്നെ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മടങ്ങണം. അയാൾ തന്നെ തൗബ ചെയ്ത് മടങ്ങണം. അതല്ലാതെ ഒരാൾ മരണം വരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഒരിക്കലും നമുക്ക് പാപമോചനം തേടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇനി ഈ ആയത്തിൽ ഇവിടെ പറയുന്നത് കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക. അൻ യുശ്റക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്റാഖ് എന്നുള്ള പദമാണ് അവിടെ കിട്ടുക. പങ്കുചേർക്കൽ എന്നാണ് പറയുന്നത്. പങ്കുചേർക്കൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ രൂപത്തിലുള്ള പങ്കുചേർക്കലുകളും ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അത് വലിയ ഷിർക്കാകട്ടെ, ചെറിയ ഷിർക്കാകട്ടെ, ഷിർക്കുൻ അക്ബർ ആകട്ടെ, ഷിർക്കുൻ അസ്ഗർ ആകട്ടെ, ഇത് രണ്ടും ഉൾപ്പെടും എന്നാണ് പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും ഉദ്ദേശിച്ചിട്ടാണോ? അഥവാ ചെറിയ ഷിർക്കും വലിയ ഷിർക്കും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നാണോ? അതല്ല, വലിയ ഷിർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല, ചെറിയ ഷിർക്ക് പുറത്തു കൊടുക്കും എന്നാണോ? പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ ചിലർ പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. ചെറിയ ഷിർക്ക് സംഭവിച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെറിയ ഷിർക്കിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ ഷിർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലാഹു അത് ഒരിക്കലും ഉദ്ദേശിക്കുകയില്ല, പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുകയില്ല. അവൻ്റെ വൻപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഷിർക്കുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. ഇതാണ് ഒരു അഭിപ്രായം. പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ പരിഹാരം ഉണ്ടാവുക? ആ ചെറിയ ഷിർക്കുകൾ അവൻ്റെ തിന്മയുടെ തുലാസിൽ തന്നെ ഉണ്ടാകും. ആ തിന്മയുടെ തുലാസിനെ കവച്ചു വെക്കാൻ മാത്രം നന്മയുടെ തുലാസിൽ നന്മകളുണ്ട് എങ്കിൽ അവന് നരകത്തിൽ പോകാതെ രക്ഷപ്പെടാം. അതല്ലാതെ അള്ളാഹു പുറത്തു കൊടുത്തിട്ട് ഒരിക്കലും ചെറിയ ഷിർക്ക് നീങ്ങിപ്പോകുകയില്ല എന്നാണ്. മറ്റു പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തേക്കാം. ഇതാണൊരു അഭിപ്രായം. മുൻഗാമികളിൽ പലരും അവർക്ക് സംഭവിക്കുന്ന ചെറിയ ഷിർക്കിനെ കുറിച്ച് ഭയപ്പെട്ടത് അതാണ്. കാരണം മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വല്ല പൊറുക്കപ്പെടാത്ത, തൗബ ചെയ്യപ്പെടാത്ത ചെറിയ ഷിർക്കുമായിട്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാതായിത്തീരും. അപ്പോൾ അവൻ നരകം ഏതാണ്ട് ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകും. ഗൗരവമുള്ള കാര്യമാണത്. എന്നാൽ വേറെ ചില ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്, പല പണ്ഡിതന്മാരും അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത്, ചെറിയ ഷിർക്ക് അത് വൻപാപത്തോടൊപ്പമാണ് വരിക എന്നുള്ളതാണ്. ചെറിയ ഷിർക്ക് വൻപാപത്തോടൊപ്പമാണ് വരിക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ പുറത്തു കൊടുക്കും. എന്നാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ചെറിയ ഷിർക്ക് ഒരു അമലുകളിൽ സംഭവിച്ചു അമലിനെ തന്നെ അത് പൊളിച്ചു കളയുന്നതായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാത്തൊരു പാപമായി തീരുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അതും പുറത്തു കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ പുറത്തു കൊടുക്കും. ഇതൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്, വൻപാപത്തിൻ്റെ ഗണത്തിലാണ്. എന്തായാലും പുറത്തു കൊടുക്കുമെന്നല്ല. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ 2-ാം ഭാഗത്തിൽ ചെറിയ ഷിർക്കും പെടും എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ വരുന്നില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവർ ഈ അഭിപ്രായത്തിന് തെളിവായി പറയുന്നത് വലിയ ഷിർക്കിനും ചെറിയ ഷിർക്കിനും ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അതിലൊന്നാമത്
പറയുന്നത് ഖുർആനിലുടനീളം ഷിർക്ക് എന്ന് നിരുപാധികമായി പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെല്ലാം ഷിർക്കുൻ അക്ബറാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കുൻ അക്ബറാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നു, ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് നരകം, അവന് സ്വർഗം നിഷിദ്ധമായിരിക്കുന്നു. വമഅവാഹുന്നാർ, നരകമായിരിക്കും അവൻ്റെ സങ്കേതം. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അവനവിടെ സഹായികളായിട്ട് ആരെയും കിട്ടുകയില്ല. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അത്തരം അക്രമികാരികൾക്ക് ഒരു സഹായിയും അവിടെ കണ്ടെത്തുകയില്ല എന്നാണ്. ഈ ആയത്ത് ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണിത് വലിയ ഷിർക്കാണ് എന്നുള്ളത്. കാരണം നരകം ഒരാൾക്ക് സങ്കേതമായി തീരുകയും സ്വർഗം നിഷിദ്ധമാവുകയും ചെയ്യുന്നത്, ഒരു തരത്തിലും സ്വർഗം അവന് പ്രവേശിക്കാതിരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് വലിയ ഷിർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ ആയത്തിൽ പറഞ്ഞതിൽ ഒരിക്കലും അവിടെ ഷിർക്കുൻ അസ്ഗർ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നിരുപാധികമായി ഖുർആനിൽ പറയുന്ന ഷിർക്കെല്ലാം അത് ഷിർക്കുൻ അക്ബറാണ് എന്നതാണ് അതിൽ ഷിർക്കുൻ അസ്ഗർ ഉൾപ്പെടുന്നില്ല എന്ന് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തത് അവർ പറയുന്നത് ഷിർക്കുൻ അക്ബർ അത് ചെയ്തു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. ഷിർക്കുൻ അക്ബർ അത് ചെയ്തു കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ഷിർക്കുൻ അസ്ഗർ ചെയ്താൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്ന ഒരാൾ, അതല്ലെങ്കിൽ അവൻ്റെ ദാനധർമ്മത്തിലോ നിസ്കാരത്തിലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സൽക്കർമ്മത്തിലോ ആളുകൾ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും തന്നെ എന്ത് സംഭവിക്കുന്നില്ല, അതോടുകൂടി അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെയോ സഹായം തേടുന്നവനെയോ അവർക്ക് വേണ്ടി ബലി നടത്തുകയോ ചെയ്യുന്ന ഒരാളെ പോലെയല്ല. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസപ്പെടുന്ന വേറൊരു വജ്ഹാണ്. ഒന്ന് ദീനുൽ ഇസ്ലാമിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്, മറ്റൊന്ന് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. അതുപോലെ ഷിർക്ക് വലിയ ഷിർക്കാണെങ്കിൽ അയാൾ നരകത്തിൽ ശാശ്വതനായിരിക്കും, ചെറിയ ഷിർക്കാണെങ്കിൽ നരകത്തിൽ ശാശ്വതനാകുന്നില്ല. അതുപോലെ തന്നെ വലിയ ഷിർക്ക് ഒരിക്കലും തന്നെ എന്തിൽ വരുന്നില്ല, മീസാനിൽ വരുന്നില്ല. വലിയ ഷിർക്ക് സംഭവിച്ച ആളുകൾക്ക് വിചാരണ ആ നിലക്കില്ല, അവന് നന്മ തിന്മയുടെ തുലാസുകളൊന്നുമില്ല. വലിയ ഷിർക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ തിന്മയുടെ തുലാസ് തിന്മ മാത്രമേ അവനുള്ളൂ, നന്മയില്ല. വലിയ ഷിർക്ക് ഒരാൾക്കുണ്ടായിരിക്കെ അയാൾ ഒരു നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പരിഗണിക്കുകയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തഹ്തൽ മുവാസന, അവിടെ മീസാനിൻ്റെ കീഴിൽ കാര്യം വരിക എന്നുള്ളത് വലിയ ഷിർക്കിനില്ല. എന്നാൽ ചെറിയ ഷിർക്കിന് ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ ഷിർക്ക് സംഭവിച്ച ഒരാൾക്ക് നന്മയും തിന്മയും തൂക്കി നോക്കുമെന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനേകം കാര്യങ്ങളിൽ വലിയ ഷിർക്കും ചെറിയ ഷിർക്കും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വലിയ ഷിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് വലിയ ഷിർക്കാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം ചെറിയ ഷിർക്കിൻ്റെ ഗൗരവം കുറയുക എന്നുള്ളതൊന്നുമല്ല. ചെറിയ ഷിർക്ക് അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ മാത്രമേ അത് പുറത്തു കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് സംഭവിക്കുന്ന അമലുകൾ അത് ബാത്തിലായിത്തീരുകയും ചെയ്യും, നമ്മുടെ നന്മകൾ ഇല്ലാതായിത്തീരുകയും ചെയ്യും. നാം അറിയാതെ തന്നെ നമ്മുടെ നന്മകൾ ഇല്ലാതായി പോകുന്ന ഒരു കാര്യമാണ് ചെറിയ ഷിർക്ക് എന്നുള്ളത്. ഇനി ഒരാൾ ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല, അതിന് താഴെയുള്ളത് അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരായത്തിൽ സൂറത്തുൽ സുമറിൽ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ഒരുപാട് അതിക്രമം ചെയ്ത പാപത്തിൽ മുങ്ങിപ്പോയ ആളുകളെ അല്ലാഹു തആല എൻ്റെ അടിമകളെ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ എന്താവാൻ പാടില്ല, നിരാശ അടയാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു ഷിർക്ക് ചെയ്യുന്നത് പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. എന്താണ് ഈ രണ്ടായത്ത് തമ്മിൽ? അത് വൈരുദ്ധ്യമാണോ? എന്തായിരിക്കും അതിൻ്റെ താല്പര്യം? എന്താണ് അതിൻ്റെ താല്പര്യം? അതെ, അതായത് ചെറിയൊരു ഭാഗം, അതായത് വ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്തു കഴിഞ്ഞാൽ ലിമൻ താബ് എന്നൊരു ഭാഗം കൂട്ടിച്ചേർത്താൽ മതി. തൗബ ചെയ്താൽ എല്ലാ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അത് ഷിർക്കെന്നോ കുഫറെന്നോ ഒന്നുമില്ല. ദീനിൻ്റെ കടുത്ത ശത്രുവായിട്ട് അവൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ച ഒരുവനാണെങ്കിലും ശരി, ആത്മാർത്ഥമായി ചെയ്തതിൽ ഖേദം തോന്നി ഞാനിതാ മടങ്ങുന്നു എന്ന പ്രഖ്യാപനത്തോടു കൂടി തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഈ പറയുന്ന ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ,
എന്ന് നിരീശ്വരവാദികളോടുമാണ്. നീ നിരീശ്വരവാദത്തിൽ മുങ്ങിക്കുളിച്ച് അള്ളാഹിനെ പരിഹസിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച് നിസ്കാരം ഉപേക്ഷിച്ച് അങ്ങനെ ദീനിൻ്റെ ശത്രുവായി നിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗം കഴിച്ചുകൂട്ടിയവരാണെങ്കിലും ശരി, നീ ഇനി അള്ളാഹു നിന്നെ സ്വീകരിക്കുകയില്ല എന്ന് വിചാരിച്ച് നീ നശിച്ചു പോകേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിനക്ക് അപ്പോഴും നിരാശ വേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, നീ ചെയ്ത സകല തിന്മകളും അള്ളാഹു തആല പുറത്തു കൊടുക്കും. നീ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. നീ തൗബ ചെയ്യണം. എന്നാൽ ആദ്യത്തെ ആയത്തിൽ പറയുന്നത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ രണ്ട് വിഭാഗക്കാരുണ്ട് എന്നാണ്. ഒന്ന്, വലിയ ശിർക്ക് സംഭവിച്ച് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകൾ. രണ്ട്, തിന്മകൾ, വൻപാപങ്ങൾ, വലിയ ശിർക്ക് ചെയ്യാത്ത വൻപാപങ്ങൾ സംഭവിച്ച, അതല്ലെങ്കിൽ ചെറിയ ശിർക്കൊക്കെ സംഭവിച്ച ആളുകൾ. അവർ രണ്ടുപേരും തൗബ ചെയ്യാതാണ് മരണപ്പെടുന്നത്. എങ്കിൽ വലിയ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. ചെറിയ ശിർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ വൻപാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആയത്തുകൾ തമ്മിൽ എന്തില്ല? തആറുദില്ല, പരസ്പരം വൈരുദ്ധ്യമില്ല. ഒന്ന് തൗബ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്, മറ്റേത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഈ ആയത്തിന് അധ്യായവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മനസ്സിലാക്കണം, ഷിർക്ക് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷിർക്ക് അവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ അവൻ മരണപ്പെട്ടാൽ പുറത്തു കൊടുക്കുകയില്ല. കാരണം ആളുകൾക്ക് അറിയില്ല എപ്പോഴാണ് മരണപ്പെടുക എന്നുള്ളത് അറിയില്ല. അവൻ ഒരുപാട് ഷിർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടാകും, അതിനുവേണ്ടി സംവാദം നടത്തുന്നുണ്ടാകും, അതിനുവേണ്ടി വെല്ലുവിളികൾ നടത്തുന്നുണ്ടാകും, അതിനുവേണ്ടി പ്രസംഗിക്കുന്നുണ്ടാകും, അതിനുവേണ്ടി റീലുകൾ ഇടുന്നുണ്ടാകും. അല്ലാഹു അല്ലാത്തവൾ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്താ കുഴപ്പം, വഹാബികളെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാകും. ഉടനെ മരിച്ചു പോകുന്നുണ്ടാകും. പിറ്റേ ദിവസം അത് പഠിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിന്തിച്ചു നോക്കും എന്തായിരിക്കും അവസ്ഥ. ഈ ഒരു അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് എങ്കിൽ, ഈ ഒരു അവസ്ഥയിലാണ് ഒരു മുസ്ലിയാർ മരിച്ചു പോകുന്നത് എങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യതമായി പറഞ്ഞു, ഈ ഷിർക്കുമായിട്ടാണ് ഒരാൾ മരിച്ചു പോകുന്നത് എങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ശാശ്വതമായ നരകമാണ് ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. എപ്പോഴെല്ലാം നരകത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഒരാൾ ആഗ്രഹിച്ച് അതിൻ്റെ പക്കത്തേക്ക് എത്തിയാലും വീണ്ടും വീണ്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് അത് വീണുകൊണ്ടേയിരിക്കും. അതിന് അന്ത്യമില്ല, അറ്റമില്ല. അവൻ തീരാ ദുഃഖമായിരിക്കും, തീരാ സങ്കടമായിരിക്കും. വേണ്ടിയില്ലായിരുന്നു, പരിഹസിക്കേണ്ടയില്ലായിരുന്നു, പഠിക്കാമായിരുന്നു, ഖുർആനൊന്ന് നോക്കാമായിരുന്നു, അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാമായിരുന്നു, ഇവർ പറയുമ്പോഴേക്കും അതിനെല്ലാം നിഷേധിച്ച് തള്ളേണ്ടതില്ലായിരുന്നു എന്ന് വിലപിക്കും. അതല്ലെങ്കിൽ കാരണവന്മാർ ചെയ്തതിൻ്റെ പേരിൽ വെറുതെ അവർ അന്ധമായി പിൻപറ്റേണ്ടതില്ലായിരുന്നു, ശരിക്കൊന്ന് ഖുർആൻ പഠിച്ചാൽ മതിയായിരുന്നു. തെളിവുകളൊക്കെ തൗഹീദിൻ്റെ ആളുകളെടുത്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പല തർക്കശാസ്ത്രങ്ങളും പറഞ്ഞിട്ട് വെറുതെ അതിന് സംവാദത്തിലും അതുപോലെ തർക്കത്തിലും ഏർപ്പെട്ടതായിരുന്നു എന്ന് ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. ഇവരുടെ കയ്യിൽ തെളിവില്ല എന്നുള്ളത് ഈ ഓരോരുത്തർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവരിൽ പലരും ഖുർആനിൽ തിരുത്തലുകൾ പോലും നടത്താൻ തയ്യാറായിട്ടുള്ളത്. അതല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരിക്കലും തെളിവല്ല എന്ന് ഐക്യകണ്ഠേന അഭിപ്രായമുള്ള കെട്ടിച്ചമച്ച ദുർബലമായ ഹദീസുകൾ പോലും പലപ്പോഴും ഇവരുടെ ശിർക്കൻ വാദങ്ങൾക്കും ബിദ്അത്തുകൾക്കും അവരുടെ അടുത്ത് ഉദ്ധരിക്കുന്നത്. അവർക്കറിയാം ഇതൊന്നും ഇങ്ങനെയല്ല, പക്ഷേ ഇതൊക്കെ പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കേണ്ടത്, അതേപോലെ തൗഹീദുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഷിർക്കെങ്ങാനും നമുക്ക് സംഭവിച്ച് നമ്മളതിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ, അങ്ങനെ അതിലായിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ പിന്നെ രക്ഷയില്ല. അപ്പം അത്ര ഗൗരവത്തിൽ ഷിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കണം എന്നതാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഈ ആയത്ത് ഈ അധ്യായവുമായി ബന്ധപ്പെട്ടെടുക്കുന്നത്. ബാബുൽ ഖൗഫി മിന ഷിർക്ക് എന്നുള്ളതാണ്. രണ്ടാമത് കൊടുക്കുന്നത് മറ്റൊരായത്താണ്. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാ വഖാലൽ ഖലീലു അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നതാണ്. അടുത്തത് പറയുന്നത് എന്താണത്? സൂറത്തു ഇബ്രാഹിമിൽ തന്നെ 35-ാമത്തെ ആയത്തിൽ അദ്ദേഹം പറയുന്നു, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു ദുആയാണ്. വജ്നുബ്നി, എന്നെ അകറ്റേണമേ, വ ബനിയ, എൻ്റെ സന്താന പരമ്പരയെയും, അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നാണ് പറയുന്നത്. വജ്നുബ്നി എന്ന് പറഞ്ഞാൽ എന്നെ സംരക്ഷിക്കണമേ, എന്നെ കാത്തു രക്ഷിക്കണമേ, ആ ഷിർക്കിൽ സംഭവിക്കുന്നതിൽ നിന്നും എനിക്കൊരു സംരക്ഷണം ഒരുക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തേട്ടമാണ്. അതല്ലെങ്കിൽ എന്നെയും ഷിർക്കിനെയും ബഹുദൂരത്താക്കണമേ, എന്നെ ഒരു ജാനിബിലും ഷിർക്കിനെ മറ്റേ ജാനിബിലും മറ്റേ കരയിലും, അത്രയും ബുഅദ്, അതിനുള്ള വിദൂരത നമ്മുടെ ഇടയിൽ ഉണ്ടാക്കണമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യാൻ ഓ ബനിയ, അദ്ദേഹം പറഞ്ഞത് എൻ്റെ സന്താന പരമ്പരയിലും എന്നാണ്. ഈ ബനിയ എന്നുദ്ദേശിച്ചത് ആരാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീഴ് വരുന്ന മുഴുവൻ ആളുകളും എന്നാണ്. പക്ഷെ അത് ശരിയല്ല, വ്യക്തമാണ്. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളിൽ ചിലരുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്നാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരെ പരമ്പരയിൽ വരുന്ന 3 തലമുറകളാണ് എന്നാണ്. അദ്ദേഹത്തിന് 8 മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ 8 മക്കളും ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞത് അദ്ദേഹത്തിന് 2 മക്കളാണ്. അദ്ദേഹത്തിന് 2 മക്കളാണ്, ഇസ്മായിലും ഇസ്ഹാഖുമാണ്. ആ 2 മക്കളിൽ പിന്നീട് അവർക്ക് മക്കളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി, അങ്ങനെ 3 തലമുറ. ആ 3 തലമുറയിൽപ്പെട്ട മക്കളാണ് അവർക്കാണ് ഈ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. എന്തു തന്നെയായാലും ഇത് ആ നിലക്ക് തൻ്റെ മക്കളെയും കൂടി രക്ഷപ്പെടുത്തണമേ എന്ന അദ്ദേഹത്തിൻ്റെ തേട്ടമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കളെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന ഒരു ഉപ്പയുടെ തേട്ടം. അസ്നാം, ഞങ്ങൾ അസ്നാമുകൾ ആഗ്രഹിക്കുന്നതിൽ, അസ്നാമുകളെ ഇബാദത്ത് ചെയ്യുന്നതിൽ എന്നാണ്. സ്വനം എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾക്കാണ് സ്വനം എന്ന് പറയുന്നത്. ആരാധിക്കപ്പെടുന്നതിന് പ്രത്യേക രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്, കൊത്തിവെക്കുന്നതിനോ മറ്റിനോ ആണ് സ്വനം എന്ന് പറയുന്നത്. എന്നാൽ വസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക രൂപം വേണമെന്നില്ല, പ്രത്യേകം രൂപം വേണമെന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അള്ളാഹു എൻ്റെ ഖബർ അത് ആരാധിക്കപ്പെടുന്ന വസനാക്കി മാറ്റരുതേ എന്നുള്ളത്. കാരണം ഖബറും ആരാധിക്കപ്പെടും എന്നുള്ളത് ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖബർ പ്രത്യേക ഷേപ്പിൽ കൊത്തി ഉണ്ടാക്കുന്നില്ല, പക്ഷെ അത് ആരാധിക്കപ്പെടും. അതിനാണ് വസൻ എന്ന് പറയുന്നത്. എന്നാൽ സ്വനം എന്ന് പറയുന്നത് കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്കാണ്. അപ്പം അതിനെ ആരാധിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകരുതേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അപ്പം എന്താണ് ഈ ആയത്തിൽ നിന്നുള്ള പാഠം? എന്താണ്? മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഷിർക്കിനെതിരെ എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം അതിനെതിരെ പോരാടിയത് കൊണ്ടാണ് തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടത്. ഭൂമിയിൽ നിന്ന് തന്നെ അദ്ദേഹം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട മഹാനായ സ്വഹാബിയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി സഹിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഈ ഷിർക്കിനെതിരെ നന്നായി പടപൊരുതിയിട്ടുണ്ട്. അതുപോലെ ഏതൊരു കാര്യത്തിൽ നിന്നാണോ അദ്ദേഹം രക്ഷ തേടിയത് ആ വിഗ്രഹങ്ങളെ തന്നെ അദ്ദേഹം തച്ചുടച്ചിട്ടുണ്ട്. ഇങ്ങനെല്ലാം ചെയ്തതിന് ശേഷവും അദ്ദേഹം ഞാൻ ഷിർക്കിൽ വീണുപോകും എന്ന കാര്യത്തിൽ എന്തായിട്ടില്ല, നിർഭയനായിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം തൈമി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, മൻ യഅ്മനുൽ ബലാ ബഅദ ഖൗലി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ വാക്ക്, വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹുവെ നീ കാത്തു രക്ഷിക്കണമേ, അല്ലെങ്കിൽ അതിൽ നിന്നും അകറ്റണമേ എന്നുള്ള ദുആ ഇബ്രാഹിമിന് ശേഷം ആർക്കാണ് ആ കാര്യത്തിൽ നിർഭയനാകാൻ സാധിക്കുക? മൻ യഅ്മനുൽ ബല. ഈ പരീക്ഷണം ഷിർക്ക് ഒരാൾക്ക് സംഭവിക്കുകയില്ല എന്ന് ആർക്കാണ് നിർഭയനായിരിക്കാൻ സാധിക്കുക എന്നുള്ളത് മഹാനായ ഇബ്രാഹിം തൈമി റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരാൾക്കും നിർഭയനാകാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് തന്നെ തൗഹീദ് പഠിച്ച ഒരാൾക്ക് തന്നെ ഇത് സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഷിർക്ക് സംഭവിക്കുമെന്ന് പേടി ഉണ്ടാകണം എന്ന് പറയാനാണ് അദ്ദേഹം ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഷിർക്കിനെ എത്ര പേടിക്കണമെങ്കിൽ അതിന് താഴെ വരുന്ന മാസ്യത്തുകൾ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. നമുക്ക് സലാഹാണ്, നമ്മൾ ബാഹ്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, അതല്ലെങ്കിൽ ഉള്ളും പുറമൊക്കെ നമ്മൾ ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുന്നവനാണ് എന്നതൊന്നും തന്നെ നമുക്ക് സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറാനോ ഇനിയൊരിക്കലും എനിക്ക് അബദ്ധം സംഭവിക്കുകയില്ല എന്നോ ഞാൻ ഇനി ഒരിക്കലും തിന്മകളിൽ പോകുകയില്ല എന്നോ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവരെക്കാളും കേമന്മാരാണ്, അവരൊക്കെ അധമന്മാരാണ്, ഞങ്ങളൊക്കെ ഉയർന്ന ആളുകളാണ് എന്ന ചിന്തയിൽ സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്വന്തത്തെക്കുറിച്ചൊരു ഉജ്ബ് തോന്നുക, അങ്ങനെ ഒരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എത്ര സലാഹിലാണെങ്കിലും നന്മയിലാണെങ്കിലും അള്ളാഹിനോടുള്ള തേട്ടം നമുക്ക് എപ്പോഴും പോകണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ ഇതിൽ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം എപ്പോഴാണ് ഒരാൾക്ക് മാറ്റം സംഭവിക്കുക, തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കണം. അപ്പം അത് തിന്മകൾ പ്രത്യേകിച്ചു ഷിർക്കിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഷിർക്കിന് പോലും നമുക്ക് നിർഭയത്വമില്ല.
അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് രക്ഷയില്ല. നമ്മളതിൻ്റെ അസ്ബാബുകൾ സ്വീകരിച്ച് കഴിഞ്ഞാലും ശരി, നമ്മൾ തൗഹീദ് പഠിക്കുന്നവരാണെങ്കിലും ശരി, നമ്മൾ തൗഹീദിൽ നിലകൊള്ളുന്നവരാണെങ്കിലും ശരി, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാണെങ്കിലും ശരി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതെല്ലാം ചെയ്ത ആളാണ്. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? നിർഭയനായിട്ടില്ല. അപ്പോൾ തൗഹീദ് പഠിക്കാതിരിക്കാൻ പിശാച് പല ദുർന്യായങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ആയത്തൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ പല ആളുകൾക്കും കിതാബ് തൗഹീദൊന്നും പഠിക്കേണ്ടതില്ല, ഞങ്ങൾ തൗഹീദ് പഠിച്ചവരാണ്, ഞങ്ങൾ പണ്ടേ തൗഹീദിൻ്റെ ആളുകളാണ്, നമ്മൾ തൗഹീദൊക്കെ കേട്ട് വളർന്നവരാണ്, തൗഹീദിൻ്റെ ഗ്രാമമാണ്, ഞങ്ങളുടെ മഹൽ തന്നെ തൗഹീദിൻ്റെതാണ് എന്ന് അവർ ആ രൂപത്തിൽ സ്വന്തം എന്ത് ചെയ്യാണ്? സമാധാനിക്കുകയാണ്. എന്നിട്ട് ഇത്തരം തൗഹീദിൻ്റെ മസലകളെ കുറിച്ച് പഠിക്കുന്നില്ല. ഫലമോ അവസാനം തൗഹീദും ഷിർക്കും വേർതിരിയുന്ന ഒരു മസല വരുമ്പോൾ അത് തിരിച്ചറിയാൻ അറിയുന്നില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തൗഹീദിനെ ഷിർക്കായും ഷിർക്കിനെ തൗഹീദായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. കാരണം അത് പഠിക്കുന്നില്ല. അടുത്ത തലമുറക്ക് സംഭവിക്കുക അതിനേക്കാളും വലിയ അബദ്ധമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും തൗഹീദ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ എപ്പോഴും പകർത്തുകയും വേണം എന്നതുകൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ഷിർക്കിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതുകൂടി നമുക്ക് ഈ ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്നത് ഒരു ഹദീസാണ്. ഖാല അൽ-മുസന്നിഫ് റഹിമഹുല്ലാഹ് ഫിൽ ഹദീസ് അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ ഫസുഇല അൻഹു ഫഖാൽ അർരിയ. ഇമാം അഹ്മദും അത്ത്-തബറാനിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ശൈഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഹസനാണ് എന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണിത്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുന്ന വാചകങ്ങളാണിത്. അഖ്വഫു മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. സഹാബികളോടാണ് പറയുന്നത്. സഹാബികളെ മുൻനിർത്തി അവരോട് പറയാണ്, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗറാണ്, നിങ്ങൾക്ക് ചെറിയ ഷിർക്ക് സംഭവിക്കുമോ എന്നുള്ളതാണ്. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് ചെറിയ ഷിർക്ക് എന്ന് ചോദിച്ചു. ഖാലു വമ ശിർകുൽ അസ്ഗർ, എന്താണ് ചെറിയ ഷിർക്ക് എന്ന് ചോദിക്കുന്നു. വേറെ ചില റിവായത്തിൽ അങ്ങനെ തന്നെ കാണാം. ഖാല അർരിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? അർരിയ, ലോകമാന്യമാണ്. ചെറിയ ഷിർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ലോകമാന്യമാണ്. എന്നിട്ട് പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ ലഹും യൗമൽ ഖിയാമ, ആ ചെറിയ ഷിർക്കും ചെയ്തുകൊണ്ട് ലോകമാന്യം ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് എത്തുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇത് ജുസിഅന്നാസു ബിഅമാലിഹിം, ജനങ്ങൾക്കെല്ലാം അവരുടെ പ്രതിഫലങ്ങളെല്ലാം നൽകുന്ന സമയത്ത്, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാ, നിങ്ങൾ ഭൂമിയിൽ ഒരുപാട് ആളുകളൊക്കെ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ലേ, അവരിപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് അവരുടെ അടുക്കൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അവർക്കറിയാം അത് ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഖിയാമത്ത് നാളാകുമ്പോൾ മുഴുവൻ മനുഷ്യർക്കും അതെല്ലാം മനസ്സിലാകുന്നതായിരിക്കും. സത്യം എന്താണ്, മിഥ്യ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ. അതുകൊണ്ട് ഇത് പാപികളെ സംബന്ധിച്ചിടത്തോളം അപമാനത്തിൻ്റെ ദിവസം മാത്രമാണ്. ഈ ചോദ്യങ്ങളെല്ലാം അവരുടെ അപമാനവും പാപഭാരവും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല. അപ്പം ഇത് ഈ പറയുന്ന കാര്യം ദുനിയാവിൽ നമുക്ക് ഷിർക്കുൻ അസ്ഗറിൽ പെടാതിരിക്കാൻ അതിനുള്ള ഒരു രക്ഷാമാർഗം കൂടിയാണ്, ചിന്തിക്കുക കൂടി തന്നെയാണ്. കാരണം നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പരലോകത്ത് പ്രതിഫലം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം, ഇവർക്കൊരാൾക്കും തരാൻ സാധിക്കുകയില്ല. പരലോകത്ത് പോയാൽ ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്നവരായിരിക്കും. അവരാരും തന്നെ നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടി വല്ലതും ചെയ്താൽ ഒന്നും തന്നെ അവർ ചെയ്യാൻ പോകുന്നില്ല, നൽകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷേ ആളുകൾ അത് ചിന്തിക്കുകയില്ല. ആളുകൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും തങ്ങളിലുള്ള കാര്യങ്ങൾ, തങ്ങളിലുള്ള നന്മ ആളുകളെ അറിയിക്കണം എന്ന ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും. പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ പലരും ഞാൻ ആളുകളെ പ്രേരിപ്പിക്കുകയാണ്, നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയാണ് എന്ന ധാരണയിൽ പലപ്പോഴും ഇത്തരം ലോകമാന്യത്തിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട്. അതായത് ഞാൻ ആളുകളൊക്കെ പ്രേരിപ്പിക്കുകയാണ്, കാരണം അങ്ങനെ ഒരു മസ്ലഹത്തിൻ്റെ ഭാവമുണ്ട്. നന്മകൾ ആളുകൾക്ക് കാണിച്ചാൽ ആളുകൾ കൂടുതലിലേക്ക് വരും എന്നുള്ളത് അത് ശരിയാണ്. പക്ഷെ പലപ്പോഴും ആ വാതിലിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ പിന്നീട് എന്തു ചെയ്യും? അത് ആളുകളെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകും. കാരണം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ, മസീഹിദ് ദജ്ജാലിനേക്കാളും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഷിർക്കുൽ ഖഫി, ഗോപ്യമായ ഷിർക്ക് എന്നാണ്. ഗോപ്യമായ ഷിർക്കാണ് അത്, ശരിക്കും ഭയപ്പെടുന്ന കാര്യമാണ് എന്നാണ്. അപ്പോൾ നമ്മളറിയാതെയാണ് അത് കടന്നു വരിക, അറിയാതെ അത് കടന്നു വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനിൻ്റെ മേഖലയിൽ നിൽക്കുന്ന ആൾക്ക് പ്രത്യേകിച്ചും നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതിനൊരു ഉദാഹരണം, അൻ യഖൂമ റജുലു യുസല്ലി, ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കും, ഫയുസയ്യിനു സ്വലാത്ത,
ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നിസ്കാരം എന്ത് ചെയ്യും? ഭംഗിയാക്കും. അതുവരെ ഒരു ഹാലിൽ നിസ്കരിക്കുന്നതായിരിക്കും. ഒരാൾ കയറി വന്നാൽ ഒരാൾ അതിലേക്ക് അടുത്ത് നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവൻ്റെ നിസ്കാരം എന്ത് ചെയ്യും? അവൻ അത് നന്നാക്കി തീർക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഷിർക്കുൻ അസ്ഗർ എന്നുള്ളത്. അതിൽ ഷിർക്കു സറായിർ, രഹസ്യമായ ഷിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയ്യുഹന്നാസ് ഇയ്യാക്കും വശിർക്ക് സറായിർ, ജനങ്ങളെ നിങ്ങൾ ഷിർക്കു സറായിർ, രഹസ്യമായ ഷിർക്ക് അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഷിർക്കു സറായിർ, ഷിർക്കു സറായിർ എന്താണ് അള്ളാഹിൻ്റെ റസൂലെ? അവിടുന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. യഖൂമു റജുലു ഫയുസല്ലി, ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നിസ്കരിക്കും. ഫയുസയ്യിനു സലാത്തഹു ജാഹിദൻ ലിമാ യറാ മിൻ നദരി നാസി ഇലൈഹി ഫദാലിക ഷിർക്കു സറായിർ, ഒരാൾ അവനിലേക്ക് നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവൻ അതിനുവേണ്ടി അവൻ്റെ നിസ്കാരത്തെ ഭംഗി കൂട്ടി, അത് ഷിർക്കു സറായിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നിസ്കാരം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ തന്നെയാണ് ദാനധർമ്മം, ഇതേപോലെ തന്നെയാണ് ദീനിൻ്റെ മേഖലയിലുള്ള ഏതേത് മേഖലയിലും ഓരോരുത്തരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. തൻ്റെ അമലുകൾ ആളുകൾ അറിയണം എന്ന ആഗ്രഹത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ അമലുകൾ ചെയ്തതിൻ്റെ പേരിൽ ആളുകൾ എന്നെ പുകഴ്ത്തണം, അതിലൂടെ എന്തെങ്കിലുമൊക്കെ ആളുകളിൽ നിന്നും ഒരു പ്രശംസ എനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഒന്ന്, ഹൽ ഷിർക്കുൽ അസ്ഗർ ഹുവ റിയ, ഷിർക്കുൽ അസ്ഗർ അതാണോ റിയ? അവിടെ മനസ്സിലാക്കേണ്ട ഈ ഹദീസിൽ ഷിർക്കുൽ അസ്ഗർ സൂക്ഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ റിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷിർക്കുൻ അസ്ഗറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനം അവിടെ പറഞ്ഞതാണ്. അതല്ല എങ്കിൽ ഷിർക്കുൻ അസ്ഗർ അതിനപ്പുറത്തേക്കുണ്ട്. ഷിർക്കുൽ അസ്ഗർ അമ്മു മിന റിയ, റിയായിനേക്കാളും വലുതാണ് ഷിർക്കുൻ അസ്ഗർ. അല്ലാഹ് അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക ഷിർക്കുൻ അസ്ഗറാണ്. അതുപോലെ തന്നെ പക്ഷി നോട്ടം നടത്തുക, അത് ഷിർക്കുൻ അസ്ഗറാണ്. ഉറുക്കുമേലസൊക്കെ വലിച്ചു കെട്ടുക ഷിർക്കുൻ അസ്ഗറാണ്. ഷിർക്കുൻ അസ്ഗർ അത് വലിയൊരു ബാബാണ്. അതിൽ പ്രധാനപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് അരിയ, ലോകമാന്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ തന്നെ ഷിർക്കുൻ അസ്ഗർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ല എങ്കിൽ ഷിർക്കുൻ അസ്ഗർ അതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ച് പറഞ്ഞത്. ഫദാലിക്കൽ ബഹ്റുൽ ലദീ ലാ സാഹില ലഹ്, ഒരു തീരമില്ലാത്ത വിശാലമായ ഒരു സമുദ്രം പോലെയാണ് ഈ ഷിർക്ക് എന്നാണ്. വഖല്ല അൻ യൻജു മിൻഹു അഹദ്, അതിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകൾ തുലവും കുറവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരുപാട് ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന അബദ്ധം ഇതാണ്. അതായത് സ്വാലിഹീങ്ങൾ ബാഹ്യമായ, അതായത് തെമ്മാടികളായ ആളുകളല്ല, അതിൽ മോശപ്പെട്ട ആളുകളല്ല, അവർക്ക് സംഭവിക്കുന്ന തിന്മകൾ പാപങ്ങൾ പലതും ഉണ്ടാകും. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ബാഹ്യമായി സലാഹുള്ള സ്വാലിഹീങ്ങളായ ആളുകൾക്കാണ് ഇത് പലപ്പോഴും സംഭവിക്കുക. അതുകൊണ്ട് ദീനിയായി മുന്നേറുന്ന ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പിശാച് ഓരോരുത്തരെയും അവരുടേതായ മേഖലയിലാണ് പിടികൂടാൻ ശ്രദ്ധിക്കുക. പാപങ്ങളോട് താല്പര്യമുള്ള ആളുകൾ അവരെ അതിൽ തന്നെ തളച്ചിടാൻ നോക്കും. അവർക്ക് പിന്നെ ഇബാദത്തൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട്, അതല്ലെങ്കിൽ രഹസ്യത്തിലോ മറ്റൊന്നും ഇബാദത്തുകളൊന്നും ഇല്ലാത്തവരായിക്കൊണ്ട്, ഒരുപാട് ഇബാദത്തുകൾക്കൊന്നും മുന്നേറാത്ത ആളുകളായതുകൊണ്ട് അവരൊക്കെ റിയാവൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ പാപങ്ങളിൽ തളച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അതിൽ തളച്ചാൽ മതി. റിയാവ് ബാധിക്കുക സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിലൊക്കെ പുറപ്പെടുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളിലാണ് റിയാ ഉണ്ടാക്കി കൊടുക്കാൻ പിശാച് എപ്പോഴും പരിശ്രമിക്കുക. അതുകൊണ്ടാണ് സലാഹുള്ള, ഏറ്റവും നല്ല സലാഹുള്ള, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന സ്വഹാബികൾ ഏറ്റവും കൂടുതൽ ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ച് പേടിച്ചിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ദീനി രംഗത്തുള്ള, ദീനനുസരിച്ച് മുറുകെ പിടിക്കുന്ന ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അതുകൊണ്ടാണ് സ്വഹാബികൾ ഇത് ഏറ്റവും കൂടുതൽ പേടിച്ചത്. അപ്പം അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കുക. ഇനി ഒരാൾ ഒരു ചോദ്യമാണ്, കൈഫ നഅരിഫു അന്നമാ സുമ്മിയ ഫി നുസൂസി ശിർക്കൻ യകൂനു ശിർക്കൻ അസ്ഗർ ദൂന ശിർക്കിൽ അക്ബർ. ശരീഅത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗർ ആണ്, ഷിർക്കുൻ അക്ബർ അല്ല എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അത് പല രൂപത്തിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുല്ലാഹ് പറയാണ്, മിൻഹ അതിൽപ്പെട്ടതാണ് അന്നസ്സു അല അന്നഹു ഷിർക്കുൻ അസ്ഗർ. ചിലത് ഷിർക്കുൻ അസ്ഗർ ആണ് നസ്സ് വരും, ഈ ഹദീസിൽ വന്നതുപോലെ അഖ്വഫു മാ ഖാഫു അലൈക്കും അഷിർക്കുൻ അസ്ഗർ, എന്നിട്ട് പറഞ്ഞു അത് റിയാ ആണ്. അപ്പോൾ അത് ആ ഷിർക്ക് എന്ന് പറയുന്നത് റിയാ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശരീഅത്തിൽ ഷിർക്ക് എന്ന് അലിഫ്ലാം ഇല്ലാതെ വരുന്നത് പൊതുവെ ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ചിട്ടാണ്. ഷിർക്ക് എന്ന് അലിഫ്ലാം ഇല്ലാതെ, അഷിർക്ക് എന്ന് വരാതെ ഷിർക്ക് എന്ന് വരുന്നത് പലപ്പോഴും ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ചിട്ടാണ്. ഇന്ന റുഖാ വത്തമാഇമ വത്തിബലതു ഷിർക്കുൻ എന്ന് വരുന്ന ഒരു അധ്യായം നമുക്ക് വേറെ വരാനുണ്ട്, അതിൽ വേറെ അധ്യായം വരാനുണ്ട്. അത് പൊതുവെ അറിയപ്പെടുന്നത് ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചില സംഭവങ്ങളിലൂടെയാണ് നമുക്കത് ഷിർക്കുൻ അസ്ഗറാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക.
ഇനി അതുമായി ബന്ധപ്പെട്ട് തന്നെ ചില മസലകളാണ്. ഒന്ന്, കൈഫ യുദ്ഫഉ റിയാ, റിയായിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ഇത് ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. എങ്കിൽ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുക? റിയാ രണ്ട് രൂപത്തിൽ വരാം. ഒന്ന്, നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ വരാം. രണ്ട്, അത് ഒരു ഉറുമ്പ് അത് അരിച്ചു വരുന്നത് പോലെ വരികയും ചെയ്യാം. രണ്ട് രൂപത്തിനും ശിർക്ക് വരാം. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് ഒഴിവായിട്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതായത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ പ്രശംസ പ്രതീക്ഷിച്ച് നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ നിർത്തിവെക്കണം. ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം ഭംഗിയാക്കുന്നതോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോ നമ്മളത് നിർത്തിവെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക. രണ്ടാമത്തേത്, ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ കടന്നു വരുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്. അതിന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളതല്ലാതെ വേറെ രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദ ശിർക്ക്, ജനങ്ങളെ നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, ഫൈനഹു അഖ്ഫാ മിൻ ദബീബിൻ നമൽ, അത് ഒരു ഉറുമ്പിനെ, കറുത്ത ഉറുമ്പ് എങ്ങനെയാണോ അത് അയച്ചു വരുന്നത് അതുപോലെ അതിനേക്കാളും ഗോപ്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ചോദിച്ചു, വകൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീബിൻ നംലി യാ റസൂലല്ലാഹ്, ഇതേപോലെയുള്ള ഒരു ഉറുമ്പിനെ പോലെയാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക? നമുക്കത് കാണാനും അറിയാനൊന്നും സാധിക്കാത്ത അവസ്ഥ വന്നാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലു അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക വനഹ്നു നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. നമ്മൾ ഈ ദുആ ചെയ്യുക, അല്ലാഹുവേ നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, അല്ലാഹുവേ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ഷൈഅൻ നഅലമു, അല്ലാഹു നമ്മൾ അറിഞ്ഞുകൊണ്ട് വല്ലതും ശിർക്ക് സംഭവിക്കുന്നത് അതിൽ നിന്നും ഞങ്ങളെ പാപം അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, അറിയാതെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ താങ്കൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അറിയാതെ വല്ല ശിർക്കിൻ്റെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണ്. അല്ലാഹു തആലയോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി വല്ലതും ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിനെ അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? മനസ്സിനെ പാകപ്പെടുത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം, മാ അസറു റിയ അലൽ അമാൽ, റിയ സംഭവിച്ചാൽ അമലുകളിൽ അതിലുണ്ടാക്കുന്ന സ്വാധീനം എന്താണ്? അമലുകളിൽ അതിലുണ്ടാക്കുന്ന എഫക്റ്റ് എന്തായിരിക്കും എന്നാണ്. അമലുകളെ അത് ബാത്തിലാക്കി കളയും, അതാണ് റിയ. അമലുകളെ അത് ബാത്തിലാക്കി കളയും എന്നുള്ളതാണ്. അതിൽ എത്ര വലിയ അമലാണെങ്കിലും ശരി, അത് റിയാ കടന്നുകൂടിയോ അത് അതിനെ ബാത്തിലാക്കി കളയും എന്നുള്ളതാണ്. ഇവിടെ ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അമലുകളിലും റിയാ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് മുനാഫിക്കുകളുടെ സ്വഭാവമായിരിക്കും. അതായത് ചെയ്യുന്ന മുഴുവൻ അമലുകളും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അവൻ്റെ അഖീദ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവൻ ബാഹ്യമായി ഇസ്ലാം അഭിനയിക്കുകയും ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു നിൽക്കുകയും ചെയ്യുന്ന, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെ പോലെ ആയിരിക്കും. അവരെന്ത് ചെയ്താലും അത് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും ഒക്കെ ഇത്തരക്കാർക്ക് രഹസ്യമുണ്ടാവുകയില്ല. ആളുകൾ കാണിക്കുമ്പോൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് മുനാഫിക്കാണ്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് അമലുകൾ ഉണ്ടാക്കുന്നത്, അമലുകൾ പല രൂപത്തിലുണ്ട്. ചില അമലുകൾ അത് ഒറ്റ അമലുണ്ട്, ജുസ് അല്ലാത്ത അമലുണ്ട്. നിസ്കാരം പോലത്തെ ഒറ്റ ജുസ് ആണ്, അതിൽ വേറെ ഇല്ല. ഒരൊറ്റ തക്ബീർ മുതൽ തസ്ലീം വരെ ഒരൊറ്റ അമലാണത്. അതിൽ പകുതി എന്തെങ്കിലും ഒന്ന് ബാത്തിലായ, തുടക്കത്തിൽ ബാത്തിലായ മുഴുവൻ ബാത്തിലാകും, പകുതി പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയാണ്, ഒരാൾക്ക് അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെതിരെ അവൻ മുജാഹദത്ത് നടത്തുക, അതിനെതിരെ അവൻ പരിശ്രമിക്കുക, ജിഹാദ് നടത്തുക, അതിനെതിരെ പോരാടുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിശാചിൽ നിന്നും അവൻ എന്ത് ചെയ്യുക? രക്ഷ ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുക. ഈ രൂപത്തിൽ അവൻ ചെയ്യുക. എന്നാൽ അങ്ങനെ ചെയ്യാതെ അവൻ അതിലേക്ക് തുടർന്നു കഴിഞ്ഞാൽ അവൻ്റെ അമൽ പൊളിഞ്ഞു പോകുന്നതായിരിക്കും. അവൻ്റെ നിസ്കാരത്തിൽ എവിടെ സംഭവിച്ചാലും അതാണ്. ഒരു റക്കായത്ത് ആളുകൾക്ക് വേണ്ടി കാണിക്കാൻ നിസ്കരിച്ചാൽ അവൻ ഒരു റക്കായത്തിൻ്റെ പ്രതിഫലം മാത്രമല്ല, നിസ്കാരം മുഴുവനായിട്ട് തന്നെ ബാത്തിലാവും. ഉദാഹരണത്തിന് ഒരാൾ മസ്ജിദിൽ ഇങ്ങനെ നിസ്കരിക്കാൻ ആരംഭിക്കുമ്പോൾ അവൻ അവിടെ ഒരാളെ കാണുകയാണ്. അപ്പോൾ അയാളെ കണ്ടപ്പോൾ അയാളെ നന്നാക്കുന്നതിന് വേണ്ടി, അയാളെ കാണിക്കുന്നതിന് വേണ്ടി, അയാളുടെ മുന്നിൽ ഞാൻ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവൻ നിസ്കാരം ആരംഭിച്ചു. പിന്നീട് അയാൾ പോയാലും ശരി, അവൻ്റെ നിസ്കാരം എന്താവില്ല? ശരിയാവില്ല. അവൻ യഥാർത്ഥത്തിൽ മാറ്റി നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം അവൻ്റെ നിസ്കാരത്തിൻ്റെ ഒരു ഭാഗത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തു. നിസ്കാരമാകട്ടെ അതൊരൊറ്റ ജുസ് ആയതാണ്, ഒറ്റ ജുസ് ആയിട്ടുള്ള കാര്യമാണ്, അതിൽ ഭാഗമാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ നിസ്കരിച്ചത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തുടരുന്നതിൽ അർത്ഥമില്ല, തുടരാൻ പാടില്ല. മറിച്ച് അവൻ എന്ത് ചെയ്യണം? അവനെ ഉദുതായി നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ്.
ഇനി അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ വന്നാൽ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹദത്ത്, അതിനെതിരെ അവൻ നന്നായി പോരാടി അതിൽ നിന്ന് രക്ഷപ്പെടുക. അവൻ ചിന്തിക്കുക, ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി അല്ലാതെ ഇബാദത്ത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പറയുന്ന ആളുകളെ കാണിച്ചിട്ടോ ഈ പറയുന്ന ആളുകളുടെ പ്രശംസയോ എനിക്കൊരു ഉപകാരം ദുനിയാവിൽ ആഖിറത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഉടനെ തന്നെ അതിൽ നിന്ന് അവൻ പിന്മാറുക എന്നുള്ളതാണ് വേണ്ടത്. എന്നാൽ അതല്ലാത്ത ചില അമലുകൾ ഉണ്ടാകും, ജുസ് ആയിട്ടുള്ള അമലുകൾ. അതിലേതൊരു ഭാഗത്താണോ അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി റിയാദ് അവൻ സംഭവിച്ചത്, ലോകമാന്യം സംഭവിച്ചത്, ആ ഭാഗം അവൻ എന്ത് ചെയ്യും? ബാത്തിലാവും. ഒരാളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, അവൻ 10 സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരാളെ കൊടുത്തപ്പോൾ രഹസ്യമായിട്ടാണ് കൊടുത്തത്, രണ്ടാമത്തെ ആളെ കൊടുത്തപ്പോൾ രഹസ്യമായിട്ട് കൊടുത്തത്, മൂന്നാമത്തെ 4ാമത്തെ ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും അവിടെ കുറേ ആളുകളൊക്കെ വന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ചിന്ത മാറി, ആളുകളൊക്കെ അറിയട്ടെ, 4 ആൾ അറിയട്ടെ എന്ന രൂപത്തിൽ ചിന്തയായി. അങ്ങനെ 2 ആളുകൾക്ക് അവൻ അങ്ങനെ കൊടുത്തു, ആളുകളെ കാണണമെന്ന ഉദ്ദേശത്തിൽ കൊടുത്തു. അപ്പോഴേക്കും പിന്നെ അവൻ്റെ മനസ്സിൽ ഈ കാര്യം ഓർമ്മ വന്നു. പിന്നീട് അവൻ 5ാമത് മുതൽ വളരെ കൃത്യമായിട്ട് തന്നെ നേരെ തന്നെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 10 ആളുകൾക്ക് അവൻ 1,00,000 രൂപ വീതിച്ചു കൊടുത്തു. 2 ആളുകൾക്ക് അവൻ കൊടുത്തത് ഈ രൂപത്തിലാണ്. എങ്കിൽ മുഴുവൻ ബാത്തിലാകുന്നില്ല. ആരുടെ എല്ലാം കാര്യത്തിൽ അവൻ ഇഖ്ലാസ് പാലിച്ചോ അതെല്ലാം അവന് ബാക്കിയായിരിക്കും. എന്നാൽ ഇഖ്ലാസ് പാലിക്കാത്ത ഈ ആളുകളുടേത് അവന് പ്രതിഫലം ലഭിക്കുകയുമില്ല. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഇതെങ്ങാനും അവൻ്റെ സക്കാത്താണ് എങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ പറയുന്ന ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തത് അവൻ അത് കടം വീട്ടേണ്ടതുണ്ട്. അത് അവൻ എന്ത് ചെയ്യേണ്ടത്? കൊടുത്തു വീട്ടേണ്ടതുണ്ട്. കാരണം സക്കാത്ത് നിർബന്ധമാണ്, മറ്റ് ദാനധർമ്മങ്ങളെ പോലെയല്ല. അവൻ 1,00,000 രൂപ സക്കാത്ത് കൊടുക്കാനുള്ളതാണ്. അതിന് 10 സാധുക്കൾക്കാണ് അത് കൊടുത്തത്. 8 ആൾക്ക് ഈ ഒരു ഇഖ്ലാസിൽ കൂടെ കൊടുത്തു, 2 ആൾക്ക് റിയാവോട് കൂടെ കൊടുത്താണെങ്കിൽ അതവൻ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അത് സ്വീകരിക്കുകയില്ല. അവൻ സക്കാത്ത് അത് കൊടുക്കാതെ അതവിടെ ബാക്കിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ആ നിലക്കുള്ള അമലുകളാണ്. ഇനി ഒരാൾക്ക് അമലിന് ശേഷമാണ് റിയാദ് സംഭവിക്കുന്നത് എങ്കിലോ, ഒരാൾ രാത്രി നിസ്കരിച്ചു, അപ്പോൾ ആരും കണ്ടിട്ടില്ല, അപ്പോൾ റിയാദ് ഇല്ല. ആളുകൾ കാണുമ്പോഴാണ് റിയാദ് എന്ന് പറയുന്നത്, ആളുകൾ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് റിയാദ് എന്ന് പറയുന്നത്. ഒറ്റക്കാണ് നിസ്കരിച്ചത്, അല്ലെങ്കിൽ ഒറ്റക്കാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അമലുകൾക്ക് ശേഷം പിന്നീട് അവൻ എന്ത് ചെയ്യാണ്? ഇത് ആരോടെങ്കിലുമൊക്കെ പോയി പറയാം, ഞാൻ ഇന്നലെ രാത്രി എഴുന്നേറ്റപ്പോൾ അങ്ങനെ ഒരു 1.5 മണിക്കൂർ നിസ്കരിക്കാൻ പറ്റിയുള്ളൂ, അപ്പോഴേക്കും കാലിന് വേദനയായി, ഈ രൂപത്തിലൊക്കെ. പക്ഷേ അത് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകൾ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്ലെ, സ്വഹാബി പറഞ്ഞല്ലോ, ഞാൻ നിസ്കാരത്തിലായിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ രാത്രി മറ്റേത് നീ കേട്ടില്ലേ, അത് ഞാൻ ഉണ്ടായിരുന്നു, ഞാനങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നു എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ പിന്നീടാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് അവൻ്റെ ആ അമൽ ബാത്തിലാവുകയില്ല. കാരണം അത് സ്വഹീഹായ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്ന അമലാണ്. പക്ഷേ ആളുകളെ കാണിക്കണം, കേൾപ്പിക്കണം എന്ന് പറയുന്ന ഈ ഒരു പ്രവൃത്തി അത് മറ്റൊരു കുറ്റമാണ്. മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബിഹി എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആരെങ്കിലും ആളുകളെ കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അത് മുഖേന അവനെ കേൾപ്പിക്കുക, അതായത് അവനെ വഷളാക്കി കളയുന്നതായിരിക്കും, ആ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ആളുകളെ കേൾപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ പിന്നീട് അമലുകൾക്ക് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ ആ അമല് ബാത്തിലാകുന്നില്ല. കാരണം അത് സൽക്കർമ്മമായി, കാരണം ആ സമയത്ത് അവൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നീട് പറയണമെന്ന് ആ സമയത്ത് തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ തന്നെ നിയത്തില്ലാതായി പോയി. ഇത് ചെയ്യുന്നത് തന്നെ എനിക്ക് പിന്നീട് രാവിലെ എണീച്ച് ആരോടെങ്കിലും പറയണം എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ അപ്പോൾ തന്നെ അവൻ എന്തുണ്ട്? ഇഖ്ലാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. എന്നാൽ അത് ചെയ്തത് നല്ല നിലക്കാണ്, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പിശാച് അമല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അലസത കൊണ്ടും മറ്റും കൊണ്ടൊക്കെ നമ്മൾ പിടിക്കും, ചെയ്യുന്ന സമയത്ത് വസ്വാസം ഉണ്ടാക്കി പിടിക്കും, ഇനി ചെയ്യുന്ന സമയത്ത് ആളുകളെ കാണിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ കൊണ്ട് ചെയ്യിപ്പിക്കും, ഇനി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പിന്നാലെ ഉണ്ട്. ഇതാരോടെങ്കിലും പറയണം, എല്ലാ സമാധാനം കിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, 2 ആളോട് പറയണം, എന്നാലേ സമാധാനം കിട്ടുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിൽ പിശാച് അവിടെയും നമ്മൾ വിടുന്നില്ല എന്നാണ്. അപ്പം അവിടെയും നമ്മൾ പരിശ്രമിക്കണം. ഇല്ല, ഞാൻ ആരെയും അറിയിക്കുകയില്ല, ഞാൻ ആരെയും പറയുകയില്ല, ഞാൻ മരിച്ചു പോകും, എൻ്റെ ഖബറിൽ കിട്ടുന്നത് വരെ എൻ്റെ ഈ നന്മ ആരും അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. ഇനി വേറൊരു മസ്അല, ഒരു മനുഷ്യൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ തന്നെ, ലൗ മുദിഹൽ ഇൻസാനു അലൽ അമൽ ബിദൂന ഖസ്ദിൻ മിൻ, ഒരു മനുഷ്യൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ആളുകൾ എന്ത് ചെയ്യാണ്? അവനെ പുകഴ്ത്തുകയാണ് എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഷെയ്ഖ് സുലൈമാൻ വഹീദി ഹഫിദുല്ലാഹ് പറഞ്ഞത്, ഹദാ ലാ യദുറുഹു, അതവന് ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. കാരണം അവൻ ഉദ്ദേശിച്ചിട്ടില്ല ആരെങ്കിലും അവനെ അതിൻ്റെ പേരിൽ പുകഴ്ത്തണം എന്നുള്ളത്. എന്നിട്ട് പറയാണ്, വഖൗലുൻ നാസി യുസ്നൂന അലൈഹി ഹാദാ മിൻ ആജിലി ബുശ്റൽ മുഅ്മിൻ, ജനങ്ങൾ അവനെ ചില കാര്യങ്ങളിൽ പുകഴ്ത്തുക എന്നുള്ളത് ഒരു മുഅ്മിന് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ചില ആജിൽ ബുശ്റയാണ്, ദുനിയാവിൽ നേരത്തെ കിട്ടുന്ന ചില സന്തോഷങ്ങളാണ്. നേരത്തെ അവന് സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ്. കാരണം അവനത് ഉദ്ദേശിച്ചിട്ടില്ല, അവനത് ആഗ്രഹിച്ചിട്ടില്ല. ഒരാൾ അവനെ അതിനെക്കുറിച്ചിട്ട് അവൻ ചെയ്താൽ നന്നായി 4 ആൾ പറയും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അവൻ ചെയ്തത്. പക്ഷെ ചിലപ്പോഴെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു ദുനിയാവിൽ തന്നെ അവന് സമാധാനം സന്തോഷവും കൊടുക്കും.
ആളുകൾ അവനെ ചിലപ്പോൾ പുകഴ്ത്തും. മനുഷ്യപ്രകൃതമാണ്, സ്വാഭാവികമായി ആളുകൾ അവനെ പുകഴ്ത്തുന്നതും ആളുകൾ അവനെ ഇഷ്ടപ്പെടുന്നതും ആളുകൾ അതിൻ്റെ പേരിൽ നല്ലത് അവനെക്കുറിച്ച് പറയുന്നതൊക്കെ ഏതൊരു മനസ്സും ആഗ്രഹിക്കും. പക്ഷേ ഈ ആഗ്രഹം അവൻ ചെയ്യുന്ന സമയത്ത് അവൻ ഉണ്ടായിട്ടില്ല, അവനത് പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെയാണ് എങ്കിൽ ഒരാളും എന്നെ മദ്ഹ് ചെയ്യണമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടില്ല, അവൻ അങ്ങനെ കഷ്ടപ്പെട്ട് രഹസ്യമായി ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും ആളുകൾ അറിഞ്ഞു, എന്നിട്ടും ആളുകൾ അവനെ പുകഴ്ത്തിയെങ്കിൽ അതാണ് ഹാദാ മിൻ ആജിൽ ബുശ്റൽ മുഅ്മിനിൽ മുഅ്മിന് ദുനിയാവിൽ തന്നെ കിട്ടുന്ന ചില സന്തോഷ വാർത്തകൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഷിർക്ക് അത് ചെറുതാണെങ്കിലും ഗൗരവമുള്ള കാര്യമാണ്. അത് ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ നമ്മുടെ കൽബിലേക്ക് വരും. അത് വേറൊരു ഹദീസിൽ പറഞ്ഞതുപോലെ ഒരു കറുത്ത രാവിൽ ഒരു കറുത്ത പാറപ്പുറത്ത് ഒരു കറുത്തുറുമ്പ് അരിച്ചു വരുന്നത് എത്രമാത്രം ഗോപ്യമായിരിക്കും, അവിടെ പാറപ്പുറത്ത് ഇരിക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ കാണാൻ സാധിക്കുകയില്ല. അത്ര പോലെ രഹസ്യമായിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ അമലുകളിൽ ഷിർക്ക് കടന്നുകൂടും. അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അത്തരം ഷിർക്കുള്ള അമലുകൾ എന്തുകൊണ്ട് നാം ഭയപ്പെടണം? ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം ഷിർക്കുൻ അസ്ഗറാണ് ഒരാൾക്ക് സംഭവിച്ചത് എങ്കിലും അതിൽ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഇതൊരഭിപ്രായം അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടഭിപ്രായങ്ങളിൽ നമ്മൾ ശരി ഇതാണെന്ന് പറഞ്ഞു, പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമുക്കറിയില്ല. ചിലപ്പോൾ ഈ അഭിപ്രായമാണ്, എതിരഭിപ്രായമാണ് ശരിയെങ്കിൽ പരലോകത്ത് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പരലോകത്ത് വെച്ചായിരിക്കും നമ്മളത് അറിയുക. ചെറിയ ഷിർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കാത്തതാണ് എന്നുള്ളത് പരലോകത്ത് വെച്ചാണ് ഒരാൾ അറിയുന്നത് എങ്കിൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാതെ അത് തിന്മയുടെ തുലാസിൽ അത് ഗൗരവപ്പെട്ട തിന്മയായിട്ട്, ഒരുപാട് ഭാരം തൂങ്ങുന്ന തിന്മയായിട്ട് അവിടെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള നന്മകൾ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നരകം ഒരാൾക്ക് ഉറപ്പായി പോകും. അതുകൊണ്ടാണ് സ്വഹാബികൾ ഏറെ ഈ വിഷയത്തിൽ ഭയപ്പെട്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതിനുശേഷം കൊടുക്കുന്നത് അതുപോലെയുള്ള മറ്റൊരു ഹദീസാണ്. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹ് വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ ദഖല അന്നാർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ആരാണോ മരണപ്പെടുന്നത്, വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ, അവൻ അള്ളാഹുവിന് ഒരു നിദ്ദിനെ, ഒരു പകരക്കാരനെ നിശ്ചയിച്ച് അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുകയാണ് എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം അള്ളാഹുവിന് പുറമെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. അപ്പം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് പ്രാർത്ഥിക്കപ്പെടുക, ആരാധിക്കപ്പെടുക, ദുആ ചെയ്യപ്പെടുക എന്നുള്ള കാര്യം. അപ്പം അത് മറ്റൊരാൾക്ക് നീ വകവെച്ചു കൊടുക്കുന്ന സമയത്ത് നീ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അവൻ നൽകുകയാണ്. അവനതിൻ്റെ അതിന് അർഹതയില്ല. അപ്പം അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട കാര്യം മറ്റൊരാൾക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് അവിടെ നീ നിദ്ദിനെ സ്വീകരിക്കുക, നീ പകരക്കാരനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. നീ അങ്ങനെ അന്താദികളെ സ്വീകരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ, ആരാധനകൾ നിർവഹിക്കപ്പെടുന്ന ഈ ഇടങ്ങൾ അത് അള്ളാഹുവിനുള്ളതാണ്. ആരാധനകളെല്ലാം അള്ളാഹുവിനാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് ആ ആരാധനകളുടെ മജ്ജയായ ഈ ദുആ അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹ് അല്ലാത്ത ആളോട് ദുആ ചെയ്യരുത്, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം മറ്റാളുകളോട് നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മഅല്ലാഹി അഹദൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പെട്ടു. ഒരാളും ഇന്നാളോട് ചോദിക്കാം, അള്ളാഹ് ചോദിക്കാൻ പറഞ്ഞ ഇന്ന ആൾക്കാരുണ്ട് എന്ന് കള്ളം പറയാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും ചോദിക്കരുത് എന്നാണ് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാൾ ചോദിച്ചോളൂ എന്ന് പറയില്ല. അല്ലാഹു തആല ഒരാളോടും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണ് ചെയ്യുന്നത്. ഇന്നവരോട് ചോദിക്കാം, മഹാന്മാരോട് ചോദിക്കുന്നത് തെറ്റില്ല, അത് ദീനാണ്, സാലിഹ്യങ്ങളോട് ചോദിക്കുന്നത് ദീനാണ് എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുക എന്ന ഗൗരവമായ തിന്മ, അതോടൊപ്പം കൊടിയ ശിർക്ക്, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കി വെക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം. അങ്ങനെ ഒരാൾ ദുആ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ആ നിലക്ക് മരണപ്പെട്ടു പോയാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആകാശഭൂമികളെ പടക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്തത്. അതിലൊന്നും ഒരു പങ്കുകാരനില്ല എങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തിലും നിങ്ങൾ പങ്കുകാരനുണ്ടാക്കാൻ പാടില്ല. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ആദ്യത്തിൽ ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പന സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഒരു രീതിയിലാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, മറ്റാരുമല്ല. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത്, അതിലും മറ്റാർക്കും പങ്കില്ല. ലഅല്ലക്കും തത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകണം, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്യണം
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അള്ളാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് ഒരു മെത്തയാക്കി തീർത്തത്, മറ്റാരും അതിൽ പങ്കില്ല. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കുരയാക്കി നിർത്തി, മറ്റാർക്കും അതിൽ പങ്കില്ല. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തു നിന്നും മഴയെ പെയ്യിപ്പിച്ചു തന്നു, മറ്റൊരാൾക്കും അതിൽ പങ്കില്ല. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അതുപോലെ അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കായ്കനികളെ എന്ത് ചെയ്തു കൊണ്ടുവന്നു, പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതിലൊന്നും ഒരാൾക്കും പങ്കില്ല. അതുകൊണ്ട് ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിദ്ദിനെ, പങ്കുകാരനെ നിശ്ചയിക്കരുത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നത് അവന് യാതൊരു പങ്കുകാരനും ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഫലാ തജ്അലു ലില്ലാഹി അന്ദാദൻ, അള്ളാഹുവിനെ നിങ്ങളൊരു പകരക്കാരനെ നിശ്ചയിക്കരുത്. വൻതും തഅലമൂൻ, നിങ്ങൾക്ക് മേലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, ഇതിലൊന്നും അള്ളാഹുവിനൊരു പങ്കുകാരനില്ല എന്നറിയാം, എങ്കിൽ യാതൊരു അർഹതയും ഇല്ലാത്ത ഈ ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൻ്റെ പങ്കുകാരായി നിശ്ചയിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിന് പങ്കുകാരായി നിശ്ചയിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന് പകരക്കാരനെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളതല്ല. അങ്ങനെ എവിടെയും വന്നിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ പോലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഏറ്റവും കടുത്ത മുശ്രിക്കുകളായ മക്കയിലെ മുശ്രിക്കുകൾ പോലും അള്ളാഹുവിനെ പോലെയുള്ള അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല അവർ മുശ്രിക്കുകളായത്. അവരൊരിക്കലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആനിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ തെറ്റാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിപാലിച്ചിരിക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ഈ കാര്യത്തിന്, പരിപാലനത്തിന് വേണ്ടി, റിസ്കിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണം മറ്റൊരാളോട് നീ ചോദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമുള്ള തിന്മയാണ് എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വിഷയം ഗൗരവമുള്ള കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള അവസാനത്തെ ഹദീസ് അതുകൂടി നമുക്ക് വായിക്കാം. വലി മുസ്ലിമിൻ അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹു ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഅലൽ ജന്ന, ആരെങ്കിലും ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ ദഖലൻ നാർ, എന്നാൽ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തിയാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അതിൽ പല ഇനങ്ങളുണ്ട്. അതിലും നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഒരു വിചാരണയും അദാബും ഒന്നുമില്ലാതെ പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി വേറെ ചില ആളുകൾ അവരുടെ വിചാരണ അവർക്കുണ്ടാകും, പക്ഷെ അതൊരു അർള് മാത്രമായിരിക്കും, നീ ഇന്നാലിന്നത് ചെയ്തു എന്ന് മാത്രം കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷയുണ്ടാവുകയില്ല. അവരെ നേരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഷിർക്ക് ചെയ്യാതിരുന്നാൽ. മൂന്നാമത് ഷിർക്ക് ചെയ്താതിരുന്നാൽ അവൻ ആ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ അനുഭവിച്ചിട്ട് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഈ മൂന്നാല് രൂപത്തിൽ മുവഹിദീങ്ങൾ എന്ത് ചെയ്യും, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതാണ് മൻ ലഖിയല്ലാഹു ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന. മൂന്നാല് രൂപത്തിൽ ഈ പറയുന്ന ഷിർക്ക് ചെയ്യാത്ത ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കും. എന്നാൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവരെല്ലാവരും ഒരുപോലെയാണ്, ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിക്കും. അവർ നരകത്തിൽ പ്രവേശിക്കും. പിന്നീട് അതിൽ നിന്നും ഒരിക്കലും അവർക്ക് രക്ഷയുണ്ടാവുകയില്ല എന്ന കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഷിർക്ക് ചെയ്ത ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ശാശ്വതമായ നരകമായിരിക്കും. ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്നതിനെക്കുറിച്ച് പഠിക്കും. ഷിർക്ക് എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ശരിക്കും ധാരണ ഉണ്ടാകും. അല്ലെ, ഒരാളൊരു ലക്ഷം രൂപകൾ കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ ബുദ്ധിയുള്ളൊരുവനാണെങ്കിൽ എന്താ അതിൻ്റെ പോസിബിലിറ്റി ഒക്കെ പോകും. ഇതിനെന്തൊക്കെ രീതിയിൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കപ്പായിട്ട് ചെയ്തു വെക്കണം എന്നൊക്കെ അവൻ പഠിക്കും. കാരണം അതല്ലെങ്കിൽ ഇത്ര വലിയ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഇല്ലാതായി പോകും. അതിനെക്കുറിച്ച് പഠിക്കാതെ ഒരാൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോകും. ബുദ്ധിയുള്ള കച്ചവടക്കാർ അതൊക്കെ പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഒരു മനുഷ്യൻ അവൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് യാതൊരു പഠനമോ ഒന്നും നടത്താതെ അവൻ കേവലം ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? കാരണം ഇത് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യമല്ല, നിസ്സാരമായ എന്തെങ്കിലും കാര്യമല്ല, മറിച്ച് കാലാകാലം നരകത്തിലാകുന്ന അവസ്ഥയാണ് നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് ഷിർക്കിൽ മരണപ്പെട്ടാൽ. തൗഹീദിലാണെങ്കിൽ നിനക്ക് ശാശ്വതമായ സ്വർഗം നിനക്ക് എന്തായാലും ലഭിക്കും. ഇപ്പം ഇത്ര വ്യത്യാസമുള്ള കാര്യമാണ്. ഇതിനേക്കാളും വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങൾ, ഗൗരവമുള്ള വിദൂരതമായ രണ്ട് കാര്യങ്ങൾ വേറെയില്ല. അത്രയും ഗൗരവമുള്ള ഈ കാര്യത്തിനെക്കുറിച്ച് ഒരാൾ പഠിക്കാതിരിക്കുക, ഷിർക്കിനെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചും മനസ്സിലാക്കാതിരിക്കുക എന്നതിനേക്കാളും വലിയ മൂഢത്വം സഹോദരങ്ങളെ വേറെയില്ല. അതുകൊണ്ട് ഇങ്ങനെ തർക്കങ്ങളും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും കാണുമ്പോൾ ഞാനൊന്നിനുമില്ല, ഞാനൊന്നും പഠിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കാൻ പാടില്ല.
തൗഹീദിനെ കുറിച്ച് പഠിച്ചു നോക്കുക. എന്താണ് പറയുന്നത് ഇത് കേട്ടു നോക്കുക. എന്താണ് തൗഹീദ് എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ പറയുന്നത് കേട്ടു നോക്കുക. ഖുർആനിൽ എന്താണ് വന്നിരിക്കുന്നത്, ഹദീസുകളിൽ എന്താണ് വന്നിരിക്കുന്നത്, ഹദീസുകളെ കുറിച്ച് പറയുമ്പോൾ സ്വഹീഹായ ഹദീസുകൾ എന്താണ് വന്നിട്ടുള്ളത്, മുൻകാല ഇമാമിങ്ങൾ ഈ ആയത്തുകളെക്കുറിച്ചും ഹദീസുകളെക്കുറിച്ചും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. അതല്ലാതെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ ഗൗരവമുള്ള ഷിർക്കാണ്, നരകമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ആയത്തുകളും ഹദീസുകളും എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കാനും തൗഹീദിൻ്റെ വക്താക്കളായി ജീവിക്കാനും തൗഹീദിലായി മരണപ്പെടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.